الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ അത് അതിന്റെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മെല്ലെ ഉരുണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും അതിൽ കയറാത്തവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇത് മുന്നോട്ടു പോകും. അതിന്റെ കൂടെ അതിൽ കയറി യാത്ര ചെയ്യുക എന്നത് ഒരു മുഅ്മിൻ വളരെ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്ന കാര്യമാണ്. കഴിഞ്ഞ റമളാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറുകളിലാണ്. റഹ്മാനായ റബ്ബ് അവരുടെ എല്ലാം ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ റമളാനിൽ പ്രവേശിച്ചതിന് ശേഷം രോഗികളായവരും ആശുപത്രികളിലുമൊക്കെ പ്രയാസപ്പെടുന്നവരും ഒക്കെയുണ്ട്. എല്ലാവർക്കും റഹ്മാനായ റബ്ബ് ആശ്വാസവും സമാധാനവും നൽകുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നിന്റെ ലോകം എന്ന് പറയുന്നത് ഒരു മത്സരത്തിൻ്റെതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ മത്സരം എല്ലാവരും മറ്റൊരാളെ തോൽപ്പിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നതാണ് ശരി. വിദ്യാർത്ഥികൾ പരസ്പരം മത്സരത്തിന്റെ ലോകത്താണ്. നാട്ടിലുള്ള സ്ഥാപനങ്ങൾ പരസ്പരമുള്ള മത്സരത്തിലാണ്. രാഷ്ട്രീയ രംഗമാണെങ്കിലും അങ്ങനെ തന്നെ. ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ഒരു പരസ്പരം മത്സരിച്ച് മുന്നിലെത്താനുള്ള ഒരാളെ തോൽപ്പിക്കാനുള്ള ഒരു ത്വര നമുക്ക് ഉണ്ട്. ഇതൊരു മനുഷ്യന്റെ സവിശേഷത കൂടിയാണ്. ഓരോ വ്യക്തിയെ എടുത്ത് പരിശോധിച്ചാലും അപരനോടുള്ള മത്സരം അവന്റെ കാറിലും അവന്റെ ഫോണിലും അവന്റെ വീടിലും അവന്റെ വസ്ത്രത്തിലുമൊക്കെ നമുക്ക് കാണുവാൻ പറ്റും. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളെ, റമളാൻ എന്നുള്ളത് മറ്റൊരാളെ തോൽപ്പിക്കുവാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിച്ച്
അലസതയെ തോൽപ്പിക്കുവാനുള്ളതാണ്. നമുക്ക് ചില അലസതകളുണ്ട്, അശ്രദ്ധകളുണ്ട്. അവയെ തോൽപ്പിക്കാനുള്ള ഒരു സമയമാണ് പരിശുദ്ധ റമളാൻ. റമളാൻ ഒന്നുകൂടി വിശദീകരിച്ചാൽ നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കേണ്ടുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മുജാഹിദ്. മുജാഹിദ് എന്ന വാക്കിനർത്ഥം ധർമ്മസമരം ചെയ്യുന്നവൻ എന്ന്. റസൂലുള്ളാഹി നിർവചിച്ചു, മൻ ജാഹദ നഫ്സഹു ഫീ തഅത്തില്ലാഹ്. അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ സ്വന്തം മനസ്സിനോട് പോരാടുന്നവനാണ് യഥാർത്ഥ മുജാഹിദ് എന്ന്. അല്ലാഹുവിന്റെ തൃപ്തിയാണ് പ്രധാനം. അത് നേടുന്നതിന് സ്വന്തത്തോടുള്ള മത്സരം, അന്യരോടുള്ള മത്സരം അവസാനിപ്പിച്ച് സ്വന്തത്തോടൊന്ന് മത്സരിക്കാൻ നീ തയ്യാറുണ്ടോ എന്ന വിളംബരമാണ് പരിശുദ്ധ റമളാൻ നമ്മളോട് ചോദിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കഹ. നിന്റെ മത്സരം നിന്റെ മനസ്സിനോടാണ്. നിന്നെ തിന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ നീ ഒന്ന് പരിശുദ്ധപ്പെടുത്തിയാൽ ഖദ് അഫ്ലഹ, ഏറ്റവും വലിയ വിജയി നീയാണ് വിജയിച്ചവൻ. തൊട്ടടുത്ത വചനത്തിൽ അതിന്റെ പരാജയം അല്ലാഹു പറഞ്ഞു, വഖദ് ഖാബ മൻ ദസ്സഹ. ആ മനസ്സിനെ കളങ്കപ്പെടുത്തിയവൻ, തിന്മകൾ കൊണ്ട് മൂടിയവൻ, അവനാണ് ഏറ്റവും വലിയ നാശത്തിലേക്ക് ആപ്പതിക്കപ്പെട്ടിട്ടുള്ളവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അത് കളങ്കപ്പെടുത്തിയവൻ നശിച്ചിരിക്കുന്നു, അത് നന്നാക്കിയവൻ വിജയിച്ചിരിക്കുന്നു. ഈ ഒരു മാനദണ്ഡമാണ് നമുക്കുണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ ആരോടാണ് മത്സരിക്കേണ്ടത്? നമ്മൾ മത്സരിക്കേണ്ടുന്ന മേഖലകൾ എന്തൊക്കെയാണ്? അതിലൊന്ന് നമ്മുടെ ദുശ്ശീലങ്ങളാണ്. നമ്മുടെ ദുശ്ശീലങ്ങളോടുള്ള മത്സരത്തിന് നമ്മൾ തുടക്കം കുറിച്ചിട്ടില്ല എങ്കിൽ, ഈ യാത്ര തുടങ്ങിയ റമളാൻ എന്ന ഈ വാഹനത്തിൽ നമ്മൾ കയറിയിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുക, ട്രെയിന് പോയി. ദുശ്ശീലങ്ങളിൽ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഷിർക്ക് തന്നെയാണ്. ഷിർക്കിന്റെ ഏതെങ്കിലും ഇനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, അതിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു പവിത്രതയും നമുക്ക് ലഭിക്കുകയില്ല. അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമളാൻ സമാഗതമായപ്പോഴും അവിഹിത ബന്ധങ്ങളൊക്കെ അവിടെ ഹൈഡ് ചെയ്യപ്പെട്ടു നിൽക്കുകയാണ്, അല്ലെ? ആ ഹൈഡിൽ നിന്ന് ഡിലേറ്റിലേക്ക് അത് പോയിട്ടില്ല എങ്കിൽ ഈ വാഹനം പുറപ്പെട്ടു കഴിഞ്ഞു, നമ്മൾ അതിൽ പ്രവേശിച്ചിട്ടില്ല. മാത്രമല്ല, വല്ല ലഹരിയും നമ്മുടെ കൂടെയുണ്ടോ? ചെറുതാവട്ടെ, വളരെ ചെറുതാവട്ടെ, വളരെ നിസ്സാരമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നതാവട്ടെ, ഏതുമാവട്ടെ, ഏതെങ്കിലും ഒന്നിനോട് നാം രാജിയായി നിൽക്കുന്നുവെങ്കിൽ ഈ റമളാനിന്റെ പവിത്രത ഒന്നും നമുക്ക് ലഭിക്കുകയില്ല. ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? ആരോടെങ്കിലും അകൽച്ച പാലിക്കുന്നുണ്ടോ? ആരോടെങ്കിലുമുള്ള പിണക്കം ഇപ്പോഴും മനസ്സിലൊരു കനലായി, കറയായി അവശേഷിക്കുന്നുവെങ്കിൽ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ നാം ഒരുങ്ങിയിട്ടില്ല എന്ന് നമ്മൾ അറിയണം. ഇന്നത്തെ ഏറ്റവും വലിയ രോഗം സോഷ്യൽ മീഡിയ അഡിക്ഷനാണ്. അതിന് പ്രായനാള് വ്യത്യാസമില്ല. അതിനോട് രാജിവെച്ച് അതിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാത്തവനാണോ നമ്മൾ? ഇപ്പോഴും നമ്മുടെ മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ അതിന്റെ സമയങ്ങൾ കൊണ്ട് അപഹരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഈ പരിശുദ്ധ റമളാനിന്റെ നന്മകൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ദേഷ്യം, വീട്ടിലുള്ളവരോട് ദേഷ്യം, ഓഫീസിലുള്ളവരോട് ദേഷ്യം, ആ ദേശത്തിന്റെ ഒരു പകയായി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് സ്വീകാര്യമാവുകയില്ല. സാമ്പത്തിക രംഗത്ത് പലിശയും ലോട്ടറിയും സക്കാത്ത് കൊടുക്കാത്ത സമ്പത്തും അനർഹമായ തട്ടിയെടുക്കുന്ന സമ്പത്തുമൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ദീനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകാത്ത ദുശ്ശീലങ്ങളാണ്. നമ്മൾ അതിനോട് വിട പറഞ്ഞെങ്കിൽ മാത്രമേ നാം മത്സരാർത്ഥിയാകുന്നുള്ളൂ. അല്ലെങ്കിൽ വെറും കാഴ്ചക്കാരനാണ്, അല്ലെങ്കിൽ കാണാൻ പോലും ഭാഗ്യം ലഭിക്കാത്തവരാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, അസ്സുയാമു ജുന്നത്തുൻ. നോമ്പ് എന്ന് പറയുന്നത് ഒരു പരിചയം,
അവനെ തടുത്തു നിർത്തുന്ന, എല്ലാ ഹറാമുകളിൽ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നും അവനെ തടുക്കുന്ന പരിചയാണ്. എന്നിട്ട് അതിൽ നിന്ന് റസൂലുള്ള വിശദീകരിച്ചു, ഫലാ യർഫുസ്, അവനൊരു അശ്ലീലം പറയരുത്, ശ്ലീലമല്ലാത്ത നല്ലതല്ലാത്തൊരു വാക്കവൻ ഉച്ചരിക്കരുത്, വലാ യജ്ഹൽ, അറിവില്ലായ്മ കാണിക്കരുത്, ഒന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരാളിനെ അവനോട് തർക്കിക്കാൻ വന്നു, അവനെ നിന്ദിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു, അവനോട് പറയാനുള്ള ഏക മറുപടി ഞാൻ നോമ്പുകാരനാണ് എന്ന് മാത്രമാണ്. വേറൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ അള്ളാഹു അവന് നൽകുന്നില്ല, അവസരം നൽകുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവന്റെ ജീവിതത്തിൽ മാലം യഖ്രിഖ്ഹാ, ആ പരിച അവൻ തകർക്കാതിരിക്കുന്നിടത്തോളം കാലം എന്നാണ്. വെള്ളലുള്ള പരിച കൊണ്ട് യുദ്ധം ജയിക്കാൻ പറ്റില്ല. തകർന്നു പോയ പരിച കൊണ്ട് ഒരാൾക്ക് യുദ്ധം ജയിക്കാൻ കഴിയില്ല. ഇതിലെന്തെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, വിശ്വാസികളെ, പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നാം അനുഷ്ഠിക്കുന്നത് വിശപ്പ് മാത്രമാണ്. നമ്മുടെ പകലിലെ ഭക്ഷണം കുറഞ്ഞു പോയതിന്, നമ്മുടെ ശരീരത്തിന് വല്ല ആരോഗ്യ ഗുണങ്ങളുണ്ടെങ്കിൽ അത് മാത്രമാണ് ലഭിക്കുക, അല്ലാത്ത ഒന്നും ലഭ്യമാകാതെ പോകും. വല്ലാത്ത ജീവിതത്തിന്റെ പരാജയം തന്നെയാകുന്നു അത്. അതുകൊണ്ട് ഈ ദുശ്ശീലങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് മത്സരാർത്ഥിയായി നാം ഏത് രംഗത്താണ് വേണ്ടത്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജമാഅത്ത് നമസ്കാരം. അതിനൊരു മത്സര ബുദ്ധി വേണം. വീട്ടിൽ വെച്ച് ഒറ്റക്ക് നമസ്കരിച്ചിരുന്ന ഒരു ശീലമുണ്ട് നമുക്ക്, അതിനെ തോൽപ്പിക്കാൻ പറ്റണം. എന്നിട്ട് പള്ളിയിലെ ഒന്നാമത്തെ സഫിലെത്താൻ മത്സരിക്കുന്നവരാകണം നമ്മൾ. ഒന്നാമത്തെ സഫിൽ റസൂലുള്ളാഹി പറയാ, ലൗ യഅലമുൻ നാസു മാ ഫീ നിദാഇൻ വസഫിൽ അവ്വൽ, ബാങ്കിന്റെയും ഒന്നാം സഫിന്റെയും മഹത്വം ഈ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇല്ലാ ഐ യസ്തഹിമു അലൈഹി, അവർ അവിടെ എത്താൻ അവർ നറുക്കിടേണ്ടി വരുമായിരുന്നു എന്നാണ്. തിരക്കിയിട്ട് അതിന്റെ പ്രതിഫലം അവർക്ക് ബോധ്യപ്പെട്ടിട്ട് അവർ നേരത്തെ വന്ന് ഞാനാണെന്ന് പറഞ്ഞ് തീരുമാനിക്കാൻ നറുക്കിടേണ്ടുന്നൊരു അവസ്ഥ വരെ അതിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ മത്സരിക്കുമായിരുന്നു എന്നാണ്. വിശ്വാസികളെ, ഇവിടെയാണ് ജമാഅത്ത് നമസ്കാരം എന്നത് ഈ പരിശുദ്ധ റമളാനിലും അല്ലാത്തപ്പോഴും ഒരു മത്സര ഇനമായി നാം തെരഞ്ഞെടുക്കണം. എനിക്ക് എത്തിയേ പറ്റൂ, എനിക്ക് ജമാഅത്തിന് എത്തിയേ പറ്റൂ, പോരാ, എനിക്ക് ഇമാമ് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നാമത്തെ സഫിൽ വലത് സൈഡിൽ നിന്ന് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന മഹത്വം എനിക്ക് ലഭിക്കണമെന്ന് നാം തീരുമാനിച്ചാൽ, നാം ഒന്ന് മനസ്സു വെച്ചാൽ സാധിക്കുന്നതേ ഉള്ളൂ. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ മറികടന്നിട്ടുണ്ട് നമ്മൾ, ഏതെല്ലാം ലക്ഷ്യത്തിലേക്ക് ഓടിക്കിതച്ചെത്തിയിട്ടുണ്ട് നമ്മൾ, എവിടെയും നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല. അഭിമാനത്തോടു കൂടി നമ്മൾ പറയാറില്ലേ ഞാൻ എന്ന്? അതെ, അള്ളാഹു ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഈ പ്രതിഫലാർഹമായ ദിനങ്ങളെ നിന്നെ നെഞ്ചോട് ചേർത്ത് ഒരു മത്സര ബുദ്ധിയോടുകൂടി പവിത്രമായ ജീവിതത്തോടു കൂടി നിനക്ക് കടന്നു വരാൻ നിനക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ്. പരാജയപ്പെട്ടുകൂടാ. രണ്ടാമത് ഖുർആനാണ്. ഇന്ന് വരെ, ഈ സെക്കൻഡ് വരെ ഖുർആൻ കയ്യിലെടുക്കാത്ത സഹോദരങ്ങൾ ചിലപ്പോ ഇക്കൂട്ടത്തിലുണ്ടാകും. എത്തിയിട്ടില്ല. ഈ ട്രെയിൻ എന്ന, ഈ റമളാൻ എന്ന ഈ വാഹനത്തിൽ അവർക്ക് കയറാൻ സാധിച്ചിട്ടില്ല. എന്നാൽ മൊബൈലോ, ആ മൊബൈൽ നോക്കുന്ന സമയത്ത് തോൽപ്പിക്കാൻ നമുക്ക് പറ്റണം, മൊബൈലിനെ തോൽപ്പിക്കാൻ പറ്റണം. എന്നിട്ട് ഖുർആൻ പാരായണത്തിന് കൂടുതൽ സമയം കണ്ടെത്താൻ നമുക്ക് പറ്റണം. എന്തിനാ നോമ്പ് അനുഷ്ഠിക്കുന്നത്? ഖുർആൻ അതാണ് റമളാൻ, ഖുർആൻ അതാണ് റമളാൻ, ഖുർആനാണ് റമളാനിന്റെ ജീവൻ. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട്, വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവ്, ഒരു മനുഷ്യന് ഹിദായത്ത് നൽകുന്ന തെളിവ്, അത് അവതരിപ്പിച്ചത് പരിശുദ്ധ റമളാൻ. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും, ആ റമളാൻ മാസത്തിൽ ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ, അതാണ് സാക്ഷിയായെങ്കിൽ, ഫല്യസും, അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. അപ്പൊ ഖുർആനാണ് റമളാൻ.
ആ റമദാനിനെ അങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. എന്താണ് അതിന് ചെയ്യാൻ പറ്റുക? ഒന്ന് നമ്മൾ തീരുമാനിക്കണം, എത്ര വട്ടം ഓതുന്നു, അല്ലെ? മനസ്സൊന്ന് വെച്ച് 5 വക്തിന്റെ മുമ്പും ശേഷവും സുബഹിക്ക് ശേഷം, ആ സുബഹിക്ക് ശേഷം പള്ളിയിലിരുന്നും നമ്മളെല്ലാ തിരക്കും കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി അതിനുശേഷം എവിടെയാണോ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുക, 1 അല്ല 2 അല്ല 3 തവണയെങ്കിലും നമുക്ക് ഖുർആൻ ഓതാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മദ്രസയിൽ പഠിച്ചപ്പോൾ ഹിഫ്ളാണ്, അല്ലെ? സബ്ബിഹിസ്മക്ക് താഴെ, അല്ലെങ്കിൽ തബാറക്ക, സൂറത്ത് യാസീൻ, സൂറത്ത് മുൽക്ക്, അല്ലെ? ഇപ്പത് തെറ്റും ഓതിയാൽ. അതുകൊണ്ട് ഈ റമദാൻ നമ്മുടെ ഹിഫ്ളൊക്കെ ഒന്ന് ശരിയാക്കാനുള്ളതാണ്, അല്ലെ? നമ്മുടെ യാത്ര ധാരാളമായി ചെയ്യുന്നവരാ, യാത്ര ചെയ്യാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ വാഹനത്തിൽ ഒരു സ്റ്റീരിയോ ഉണ്ടാവട്ടെ, അതിലെ ഖുർആനിന്റെ നല്ല ഖിറാഅത്തുകൾ എപ്പോ കേറിയാലും അതങ്ങോട്ട് ഓണാക്കുക, അത് കേൾക്കുന്നൊരു അവസരം നമുക്കുണ്ടാവണം. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇത്രയും കാലമായിട്ടും ഓതി പഠിച്ചിട്ടില്ല എപ്പോഴും തജ്വീദ് അനുസരിച്ചിട്ട്. തജ്വീദ് അനുസരിച്ച് ഞാൻ എന്റെ ഖുർആനിന്റെ തെറ്റുകളൊക്കെ ഒന്ന് തിരുത്തും ഓതുന്നിടത്ത് എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇവിടെയാണ് നമ്മളൊരു മത്സരിക്കുന്ന വ്യക്തിയായി മാറുന്നത്. എന്തിനു വേണ്ടിയ മത്സരം? ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടിയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊന്ന് തറാവീഹ് നമസ്കാരം തന്നെയാണ്. ആ തറാവീഹ് നമസ്കാരം നമ്മളെല്ലാവരും നിസ്കരിക്കും. പക്ഷേ ആ സഫ്ക്ക് ഇങ്ങനെ വരുമ്പോ ഒരു ചടപ്പുണ്ടാവും മനസ്സിൽ. ഇനിയിപ്പോ ഒരു 45 മിനിറ്റ് പിന്നെ എന്തിനാ നിസ്കരിക്കണേ? ആ നമസ്കരിക്കുന്ന സമയത്തെ എന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് തീരുമാനിച്ച് അല്ലാഹു അക്ബർ എന്നൊന്ന് പറഞ്ഞു നോക്ക്. ആ ഉറക്കവും ക്ഷീണവും തോൽപ്പിക്കണം. ഉറക്കത്തെയും ക്ഷീണത്തെയും തോൽപ്പിച്ച് രാത്രി നമസ്കാരത്തെ ഉറച്ചു നിർത്തണം. എന്റെ ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ ഖുർആനിന്റെ കൂടെയാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന സന്തോഷത്തോടു കൂടി അത് നിസ്കരിക്കാൻ പറ്റണം. എന്താ പ്രതിഫലം? മൻ ഖാമ റമളാന, ഈ റമദാൻ മാസത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചാൽ എങ്ങനെ? ഈമാനം വഹ്തിസാബ, വിശ്വാസത്തോടെ, എനിക്ക് കൂലി കിട്ടണം. വഹ്തിസാബ് എന്ന വാക്കിന് അർത്ഥം എനിക്ക് പ്രതിഫലം ലഭിക്കണം എന്ന ആഗ്രഹത്തോട് കൂടി നിസ്കരിച്ചോ, ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞ എല്ലാ പാപങ്ങളും അള്ളാഹു അവന് പുറത്തു കൊടുക്കും. മറ്റൊന്ന് സഹോദരങ്ങളെ, ദാനധർമ്മം തന്നെയാണ്. ദാനധർമ്മത്തിന് റമദാൻ വരുമ്പോ എല്ലാരും മനസ്സിലുള്ള ഒരു വിഷമം എന്താ അറിയോ? ഇനിയിപ്പോ എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഉള്ളതുകൊണ്ടല്ലേ നമ്മളോട് ചോദിക്കണേ, ആരാ തന്നത്? ആരാ തന്നത്? ആ 100 രൂപന്റെ ആ നോട്ട് നമ്മളെ പോക്കറ്റ് തന്നവനാരാ? റഹ്മാനാറപ്പ. 500 തന്നവനാരാ? 10,000 തന്നവനാരാ? കച്ചവടം തന്നവനാരാ? ജോലി തന്നവനാരാ? റബ്ബാണ്. നമുക്കൊക്കെ അതിലേക്ക് വളരെ കുറഞ്ഞ അധ്വാനം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചതാണ്. അപ്പൊ അവിടെ മത്സരം എന്തിനാണ്? സമ്പത്ത് കുറയുമോ എന്നൊരു ഭയം നമ്മളെ മനസ്സിൽ. ഇത് കൊടുത്താൽ കുറഞ്ഞു പോകും. അതിനെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റണം. ഉദാര മനസ്കരായി ജീവിക്കാൻ നമുക്ക് പറ്റണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക പിശുക്കിനോടുള്ള പോരാട്ടമായിരിക്കണം നമുക്ക്. പിശുക്കിന് എതിരെ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉദാരശീലൻ റസൂലുള്ളാഹിയായിരുന്നു. വകാന അജ്വദ മാ യകൂനു ഫി റമളാൻ, പ്രവാചകൻ ഏറ്റവും അത്യുദാരനായി കണ്ടത് റമളാൻ മാസത്തിലായിരുന്നു എന്നാണ്. ആ പ്രവാചകനെ കുറിച്ച് നമ്മൾ അവസാനം കേട്ട വാചകം എന്താ? എന്റെ പ്രവാചകന്റെ അവസാന സമയത്ത് പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി ജൂതന്റെ അടുത്ത് പടയെങ്കി പണയം വെച്ചിരുന്നു എന്ന് പറഞ്ഞ ആ റസൂലുള്ളാഹിന്റെ കയ്യിൽ കിട്ടിയതൊക്കെ റസൂലുള്ളാഹി ദാനം ചെയ്തിരുന്നു എന്ന്. അവിടെ നമുക്കൊരു ശ്രദ്ധ വേണം. എന്താ ശ്രദ്ധ അറിയോ? ഒരു മുൻഗണനാക്രമം വേണം. എന്തിനാണ് മുൻഗണനാക്രമം? അള്ളാഹിന്റെ ദീനിന്റെ പ്രബോധനത്തിന് പൈസ കൊടുക്കണം. പിന്നെ അള്ളാഹുവിന്റെ ദീന് നിലനിർത്താൻ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങൾക്ക് എന്റെ പണം കൊടുക്കണം. അത് നമ്മുടെ പരിസരത്തും ചുറ്റുപാടുള്ള സ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ പരിസരത്തിൽ എത്തിയും എല്ലാം. ഇതങ്ങനെയല്ല, ആരെങ്കിലൊക്കെ വന്നോനൊക്കെ കൊടുത്തു പോകും. മറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാണ്, പടച്ചോനെ എന്റെ നാടാണല്ലോ ഇത്, എന്റെ പ്രദേശമാണല്ലോ ഇത്, എന്റെ ജില്ലയാണല്ലോ ഇത്, ഇവിടെ എനിക്ക് ഇന്നാലിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കണം, ഇന്നാലിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എനിക്ക് പണം കൊടുക്കണം, പള്ളിക്ക് കൊടുക്കണം, മദ്രസക്ക് കൊടുക്കണം, യതീമിന് കൊടുക്കണം, വിധവക്ക് കൊടുക്കണം. തീരുമാനിക്കുക, ഒരു മുൻഗണനാക്രമം. എന്നിട്ട് പണം നിശ്ചയിച്ച് ഒരു വാശിയോടുകൂടി അള്ളാഹുവിന്റെ ദീനിൽ വിജയിക്കാൻ, പിശാചുണ്ടാക്കുന്ന പിശുക്കിനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊന്ന് സഹോദരങ്ങളെ, വല്ലാതെ തിരക്ക് പിടിച്ച് ജീവിക്കാൻ ഒന്നിനും സമയമല്ല.
ഒന്നിനും സമയമല്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട മത്സരം എന്താണെന്നറിയോ? എനിക്ക് കുറച്ച് പഠിക്കണം, ദീന് പഠിച്ചേ പറ്റും. അലസമായി വീട്ടിലിരിക്കുന്നതിനേക്കാൾ വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുത്ത് അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതം. എവിടെയാണോ ഖുർആനും ഹദീസും പറയുന്നത് അവിടെ ചെല്ലുക, അവിടെ ചെന്നിരിക്കുക. അരമണിക്കൂറേ വേണ്ടിയുള്ളൂ, 1 മണിക്കൂറേ വേണ്ടിയുള്ളൂ. അവിടെ പോയിരിക്കുക, കേൾക്കുക. പുസ്തകം എടുക്കുക, വായിക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ 114 അധ്യായത്തിന്റെ അർത്ഥം ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? മലയാള വിവർത്തനം ഞാൻ വായിച്ചിട്ടുണ്ട്, അതുപോലും സാധിക്കാത്തവരാണ്. നോക്കൂ നിങ്ങൾ, അതിന്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു നമ്മിൽ ഇടപെടുന്നില്ല എന്നാണ്. അള്ളാഹു ഇടപെടണമെങ്കിലേ അള്ളാഹുവിന്റെ ദീനിന് നമ്മളും സമയം നൽകണം. അള്ളാഹ് നമ്മളെ ജീവിതത്തിൽ ഇടപെടണം എന്നല്ല ആഗ്രഹം, അല്ലേ സഹോദരങ്ങളെ? അള്ളാഹ് ഇടപെടണമെങ്കിൽ അള്ളാഹ് പറഞ്ഞെന്താ പറയാ? അള്ളാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ അള്ളാഹു ദീനിൽ അവഗാഹമുള്ളവൻ, അറിവുള്ളവനാക്കി മാറ്റുന്ന. നമുക്ക് അറിവില്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചോളയും അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ല. ആ അറിവില്ലായ്മ മതത്തിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ. ദുനിയാവിലുള്ള ഏതോ നാനോ ടെക്നോളജി വരെ നമുക്കറിയാം. പുതിയ ടെക്നോളജികളും അതിന്റെ സോഴ്സും അതിന്റെ സാധ്യതകളും ഒക്കെ സെക്കൻഡുകൾ കൊണ്ട് മനസ്സിലാക്കി കച്ചവടത്തിലും വ്യവസായത്തിലും എല്ലായിടത്തും പ്രാക്ടിക്കലാക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അള്ളാഹിന്റെ ദീനിനെ പറ്റി ചോദിച്ചാൽ ഒരു അറഫ് നമുക്കറിയില്ല. അതിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹു നമ്മെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നർത്ഥം. അള്ളാഹ് പരിഗണിക്കണമെങ്കിൽ നമ്മൾ ദീനിലേക്ക് മടങ്ങണം. റമളാൻ മാസമായാൽ നമ്മൾ തറയിൽ ഓഡിറ്റോറിയത്തിൽ വിജ്ഞാനവേദി വെക്കും. ആർക്കാ വിജ്ഞാനവേദി വെച്ചത്? കുറച്ച് ആൾക്കാർക്ക്, പ്രായം ചെന്ന കുറച്ച് 4 ആൾക്കാർ അല്ല, ഈ ഇരിക്കണ എല്ലാവർക്കും കുടുംബസമേതം നമ്മൾ കേൾക്കാനാണ്. അല്ലാതെ ഇതൊരു വെറും പണി എടുക്കാനല്ല, ഉത്തരവാദിത്വം നിർവഹിക്കാൻ. ആ ഉത്തരവാദിത്വത്തിന്റെ വിളി നമ്മൾ കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഗുണം അള്ളാഹ് തരുന്ന. മറ്റൊന്ന് സഹോദരങ്ങളെ, ഭക്ഷണത്തിന്റെ വിഷയമാണ്. ഇഫ്താർ വിരുന്നുകളിൽ വയറ് നിറക്കാൻ വെമ്പുന്ന ആഗ്രഹത്തെ നമ്മൾ തോൽപ്പിക്കണം. ആ വയറും കിട്ട് ഫുള്ളാക്കാൻ പറഞ്ഞില്ലേ, അതിനെ തോൽപ്പിച്ചേ പറ്റൂ. എന്നിട്ട് മിതത്വം നമ്മൾ പഠിക്കണം. നോക്കൂ നിങ്ങൾ, അല്ലാഹ് പറയാ വകുലൂ വശ്റബൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, പാനീയം കുടിക്കണം. വലാ തുസ്രിഫു, നിങ്ങൾ ദുർവ്യയം കാണിക്കരുത്. ദുർവ്യയം കാണിക്കരുത്. 2 നിലക്ക ദുർവ്യയം. ദൂർത്ത് 2 നിലക്ക. ഒന്ന്, ആവശ്യത്തിലേറെ ഭക്ഷിക്കുന്നതും ദൂർത്താൻ, അനാവശ്യമായി ചെലവഴിക്കുന്നതും ദൂർത്താൻ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ വാക്കെന്താ അറിയോ? ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അള്ളാഹു ഇത്തരം ഇസ്രാഫ് നടത്തുന്നവരെ ഇഷ്ടപ്പെടുകയേ ഇല്ല. അള്ളാന്റെ ഇഷ്ടം നോമ്പ് നോറ്റിട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഒരു മത്സര ബുദ്ധിയോടുകൂടി റമളാനെ നമ്മൾ കണ്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നറിയോ? ഇതങ്ങനെ ഒന്നാമത്തെ 10 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞ് നമ്മൾ പിന്നെ പെരുന്നാൾക്കാണ് ഒന്ന് എഴുന്നേൽക്കാം. അവിടെ അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. ഇനിയൊരു ചാൻസ് ഇനി കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വന്തം ഒന്ന് വിലയിരുത്തിയിട്ട് ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഒരു മത്സര ബുദ്ധിയോടുകൂടി അള്ളാന്റെ സ്വർഗം റയ്യാൻ എന്ന കവാടത്തിലെത്താൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും നേരം ഓർമ്മപ്പെടുത്തിയത് പരിശുദ്ധ റമളാനിന് നമുക്കൊരു വ്യവസ്ഥ, ഒരു പ്ലാൻ ഉണ്ടാവണം. അത് ഓരോ വ്യക്തികൾക്കും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള പ്ലാനുകളാണ്. അത് നിർമ്മിക്കാനും അതിനനുസരിച്ച് ഈ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനും അള്ളാഹു തൃപ്തിപ്പെടുന്ന ഇബാദത്തുകളുള്ള ഒരു നോമ്പായി ഈ കാലത്തെ അള്ളാഹു പരിഗണിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം സഹോദരങ്ങളെ, ചിലരൊക്കെ ചില സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, മറന്ന് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയുമോ എന്നാണ്. റസൂലുള്ളാഹി പറയുന്നു, മൻ നസിയ വഹുവ സായിം, ഒരാൾ മറന്നോ, നോമ്പുകാരനാണ്, ഫഅക്കല ഔ ശരിബ, അവൻ വല്ലതും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ
ഫൽ യുത്തിമ്മു സൗമഹു, ഓർമ്മ വന്ന നിമിഷത്തിൽ അവസാനിപ്പിച്ച് അവൻ നോമ്പ് പൂർത്തിയാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊരു ഇഷ്കാലിന്റെ ആവശ്യം ഇല്ല. നോമ്പിന്റെ തുടക്കത്തിൽ ചിലപ്പോ അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ പറ്റാം. അത് ഇസ്തിഗ്ഫാർ ചോദിക്കുകയും ബോധ്യപ്പെട്ട സമയം മുതൽ അത് പൂർത്തിയാക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ മനസ്സിങ്ങനെ അസ്വസ്ഥമാകും. മറ്റൊന്ന്, യാത്രക്കാരും നോമ്പാണ്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട് കഠിനമായി പ്രയാസം ഉണ്ടാകുന്ന യാത്രകളാണെങ്കിൽ സഹോദരങ്ങളെ നോമ്പ് ഉപേക്ഷിക്കാം. പലരും ആ യാത്രക്ക് ശേഷം അഡ്മിറ്റ് ആവുകയും വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വിളിച്ചു വരുത്തുകയും ചെയ്യാറുണ്ട്, രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ. യഥാർത്ഥത്തിൽ അങ്ങനൊന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ, നിങ്ങളൊരു യാത്രയിലോ നിങ്ങൾ രോഗികളോ ആണ് എങ്കിൽ, രോഗം മാറുന്നൊരു സാഹചര്യമുണ്ട്, യാത്ര തീരുന്നൊരു സാഹചര്യമുണ്ട്, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ പൂർത്തിയാക്കിയാൽ മതി എന്നാണ്. അപ്പോ നമ്മുടെ ശരീരത്തെ പീഡിപ്പിച്ചു കൊല്ലുന്നത് ഇസ്ലാമിൽ തെറ്റാണ്. അപ്പോ കഠിനമായ രോഗം അല്ലെങ്കിൽ അതുപോലെ യാത്ര ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ തൊട്ടടുത്ത സമയത്ത് ചെയ്യാം. മാത്രല്ല അല്ലാഹു പറഞ്ഞു, അതിനും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് സാധിക്കാത്തവർ, ഒരു പാവപ്പെട്ടവർക്ക് ഭക്ഷണം പ്രായശ്ചിത്തമായി കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പ്രതിഫലാർഹമായ കാര്യങ്ങളാണ്. മറ്റൊന്ന്, ഈ കുത്തിവെപ്പുമായി ബന്ധപ്പെട്ടാണ്. ഈ ഷുഗർ പേഷ്യൻസ് ഒക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാൽ ഇൻസുലിൻ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോണ ആളുകളുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഇൻസുലിൻ വെക്കുന്നതിനൊന്നും വലിയ പ്രശ്നമില്ല എന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ രക്തം കൊടുക്കുക അത്യാവശ്യമാണല്ലോ. ആ സമയത്ത് എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞു നിൽക്കേണ്ടത്. പക്ഷെ എന്നാൽ അതൊന്ന് പരമാവധി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത സമയത്തേക്ക് ടൈം മാറ്റി നിശ്ചയിക്കുകയൊക്കെ ചെയ്യാം. അത് അയാളെ ക്ഷീണിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, ഉമിനീരിറങ്ങിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നോമ്പ് ബാത്തിലാകുന്നില്ല. എന്നാൽ ഈ കഫത്തിന് ശല്യമുള്ള ആളുകളെ തുപ്പിക്കളയണം, അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നുമ്പോൾ ചില ആളുകൾക്ക് ഛർദ്ദിച്ചാൽ ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ ബോധപൂർവം ഛർദ്ദിക്കുന്നത് നോമ്പ് ബാത്തിലാവുന്ന കാര്യമാണ്. എന്നാൽ പെട്ടെന്ന് ചില സമയത്ത് അസ്വസ്ഥമായി ഒന്ന് ഛർദ്ദിച്ചു പോയാൽ അതുകൊണ്ടും നോമ്പ് എന്താവില്ല, ബാത്തിലാവില്ല. മറ്റൊന്ന് സഹോദരങ്ങളെ, ഈ പല്ല് തേക്കലാണ്. വായ വൃത്തിയാക്കുക, പല്ല് തേക്കുക എന്നുള്ളതൊക്കെ സുന്നത്തായ കാര്യമാണ്. അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ജാഗ്രതയോട് കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂക്കിലൂടെ വായിലൂടെ ഒക്കെ വെള്ളം അകത്തേക്ക് ചെന്നാൽ സ്വാഭാവികമായിട്ടും നോമ്പ് മുറിയും. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് അറിയാം. അതോടൊപ്പം സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലല്ലേ, എന്റെ സ്വത്തിന് സക്കാത്ത് കൊടുത്തിട്ടില്ലേ, ഞാൻ ഇന്ന് കളവ് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഇന്ന് ആരെയും ഏഷണി പറഞ്ഞിട്ടില്ലല്ലോ, റബ്ബേ ഇന്നൊരു നല്ല ദിവസമായിരുന്നല്ലോ, ഒന്ന് ഇശാ കഴിഞ്ഞ് തറാവിയ കഴിഞ്ഞ് ഇങ്ങനെ കട്ടിലിരിക്കുമ്പോൾ ഒരു ആശ്വസിക്കാൻ പറ്റുന്ന ഒരു ദിവസമാക്കി നമ്മൾ മാറ്റുക. കഠിനമായി ശ്രമിച്ചാലേ ഇന്നത്തെ കാലത്ത് അതിന് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു മോശപ്പെട്ട് കണ്ടില്ല. മൊബൈൽ ഫോൺ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നിനും പിന്നാലെ പോയിട്ടില്ല. പഠിച്ചോനെ, ഒഴിവിട്ടിയപ്പോൾ ഖുർആൻ കേട്ടതാണ്, ഖുർആൻ ഓതിയതാണ്, ദിക്ർ ചൊല്ലിയതാണ് എന്നൊക്കെ നമ്മൾ അറിയാം. നമ്മുടെ എല്ലാ അധ്വാനവും അല്ലാഹ്ക്കറിയാം, റഹ്മാനായ റബ്ബിനെ അറിയാം, നമ്മളെല്ലാ പ്രതിസന്ധി അല്ലാഹ്വിനറിയാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞു, ഞാൻ അസ്സിയാമുലി, അല്ലാഹ് പറയാ നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കാൻ. അപ്പൊ ഇത് കണക്കല്ലാതെ കൂലി കിട്ടുന്ന ഒരു ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. അല്ലാഹ് നമ്മളെ പരിഗണിച്ചാണല്ലോ, ആ പരിഗണനയ്ക്ക് ചിലപ്പോൾ അത് മതിയാകും നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് ആ അല്ലാഹ് കണക്കല്ലാതെ കൂലി തരുന്ന ഈ നോമ്പിനെ സഹോദരങ്ങളെ തട്ടിക്കളയല്ലേ. അത് ജീവിതത്തിലേക്ക് വല്ലാതെ ചേർത്ത് പിടിക്കേണ്ട ഒന്നാണ്. നഷ്ടപ്പെടുത്തിയാലുണ്ടല്ലോ സഹോദരങ്ങളെ, ഇത് ചിലപ്പോൾ ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിനൊരു അവസരം ചിലപ്പോൾ പടച്ചോൻ തരൂല. അങ്ങനെയാണെങ്കിൽ ഈ റമദാൻ വലിയ നഷ്ടമായി തീരും. അതുകൊണ്ട് പരിശുദ്ധ റമദാനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലത് കൈയിൽ വിശുദ്ധ ഖുർആനും മനം നിറയെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും ഇസ്തിഗ്ഫാറുമായി ധന്യമായി കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും സമയബന്ധിതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ റമദാൻ അള്ളാഹു നമ്മിൽ നിന്ന് പരിഗണിച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ ഈ പാപികളായ നമ്മെ അള്ളാഹു പ്രവേശിപ്പിക്കുമാറാവട്ടെ.
നൽകുമാറാവട്ടെ. നമ്മുടെ തിന്മകൾക്കൊക്കെ പകരമായി അള്ളാഹു നന്മകൾ രേഖപ്പെടുത്തുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, നോമ്പനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു സിഹത്ത്, ആരോഗ്യം നൽകുമാറാവട്ടെ. അത് മുഖേന അവരുടെ മഗ്ഫിറത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു പരിഗണിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും റഹ്മാനായ റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വരും തലമുറക്ക് അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം നൽകുമാറാവട്ടെ. അവർ മുഖേന നമുക്കും അള്ളാഹു നാളെയുടെ ലോകത്ത് പുണ്യം ലഭിക്കുമാർ, അവരെ വളർത്തിയതിന്റെ പ്രതിഫലം ലഭിക്കുമാർ അള്ളാഹു നമ്മെ പരിഗണിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.